നമസ്കാരം. ഇടുക്കി ലൈവ് ഇമിഗ്രന്റ് അക്കാദമി ഇടുക്കി ആർക്കൊപ്പം അഭിപ്രായ സർവേ ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ രണ്ടാമത്തെ പ്രധാന പട്ടണമായിട്ടുള്ള കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലാണ്. നമുക്കറിയാം, ഗാഡ്ഗിലും കസ്തൂരിരംഗനും പരിസ്ഥിതി പ്രശ്നങ്ങളുമെല്ലാം ഉയർത്തിയ വെല്ലുവിളികൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സമര പരിപാടികളെല്ലാം, ആ സമര പരിപാടികൾക്കെല്ലാം വേദിയായി മാറിയത് ഈ കട്ടപ്പനയാണ്. ഇത്തവണ ഈ പരിസ്ഥിതി പ്രശ്നങ്ങളും കസ്തൂരിരംഗനുമെല്ലാം ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന് അനുകൂലമാകുമോ? നിലവിലെ MP ഡീൻ കുര്യാക്കോസിന്, UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡീൻ കുര്യാക്കോസിന് വീണ്ടും മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമോ? ഒപ്പം NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥന് ഇത്തവണ വോട്ടിംഗ് ശതമാനത്തിൽ എത്രത്തോളം വർധനവുണ്ടാക്കാൻ സാധിക്കും തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഉയർന്നത്. തീർച്ചയായിട്ടും കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലെ വോട്ടർമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. രാവിലെ തന്നെ ഒരുപാട് തൊഴിലാളികളെല്ലാം ജോലിക്ക് പോകുന്നതിന് വേണ്ടിയിട്ടും ഓരോ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരും സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം ഓരോ ജോലിക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അവർ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാഹനം പ്രതീക്ഷിച്ച് നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ചേച്ചി, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും എന്നാണ് കരുതുന്നത്? എനിക്കൊന്നും അറിയില്ല. ഓക്കെ, ചേച്ചി ആര് ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നു? ജോയിസ് ജോർജ്. ഓക്കെ ചേട്ടാ, ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്നാണ് ആഗ്രഹം? ഇടുക്കി ഈ പ്രാവശ്യം BJP കൊടുക്കുന്നത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അതുപോലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ വോട്ട്? എൻ്റെ വോട്ട് BJPക്കുള്ളതാണ്. അമ്മ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യണം. ഇത്തവണ നമ്മൾ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും? ജോയിസ് ജോർജിനൊപ്പം. ചേട്ടാ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്നാണ് ആഗ്രഹം? ആര് ജയിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ പാർട്ടിക്കും ഉണ്ട്. ആര് ജയിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. ലൈറ്റ് മത്സരമാണ്. ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്നാണ് ആഗ്രഹം? ഞങ്ങൾ ഡീൻ ജയിക്കുന്നേ പറയത്തുള്ളൂ. ഞാൻ കോൺഗ്രസിന്റെ കൺവീനർ തന്നെയാണ്. പിന്നെ ഞാൻ വേറെ എവിടെ പറയുമോ? ഞങ്ങൾ ഡീൻ ജയിക്കും. ചേട്ടാ, ഇടുക്കി ആര് ജയിച്ചാൽ ഞാൻ പണിക്ക് പോകണം. ഞാൻ പണിക്ക് വഴിക്ക് ജയിക്കാൻ പറ്റില്ല മാഷെ. അതാണ് എൻ്റെ രീതി. ചേട്ടൻ പറഞ്ഞത് കറക്റ്റാ. അച്ഛാ, രാവിലെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇടുക്കി ഇത്തവണ ആര് ജയിക്കുന്നോ? അലിപ്പൈപ്പ് ചേട്ടന്. ഇടുക്കി ആർക്കൊപ്പാ? ഇടുക്കി ഒന്നും പറയണ്ട. ഇടുക്കി ഡീൻ കുര്യാക്കോസ് ജയിക്കണമെന്നുള്ള. ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്ന് ആഗ്രഹം? BJP ജയിക്കണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ ഞങ്ങൾ BJP-ക്കാരായതുകൊണ്ട്. അതുകൊണ്ട്. ഓക്കെ, ചേച്ചി ആര് ജയിക്കണമെന്ന് ആഗ്രഹം? BJP. BJP. ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്ന് ആഗ്രഹം? ജോയിസ് ജോർജ് ജയിക്കണമെന്നോ ആഗ്രഹം. ചേട്ടൻ ആഗ്രഹം? ഡീൻ ജയിക്കണമെന്നോ ആഗ്രഹം. വളരെ സമ്മിശ്ര പ്രതികരണമാണ് കട്ടപ്പന ടൗണിൽ സെൻട്രൽ ജംഗ്ഷനിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ഈ അഭിപ്രായ സർവേ തുടരുകയായിരുന്നു. എന്നാൽ ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുണ്ടാവാത്ത തരത്തിലുള്ള റെസ്പോൺസ് കട്ടപ്പന ടൗണിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. കാരണം NDA സ്ഥാനാർത്ഥിക്ക് കട്ടപ്പനയിൽ നിന്നും ഒരു നല്ല റെസ്പോൺസാണ് ലഭിക്കുന്നത്. കാരണം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കാത്ത തരത്തിലുള്ള വലിയ ഒരു സപ്പോർട്ട് BJPക്ക് ഇത്തവണ കട്ടപ്പന ടൗണിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അല്ല, ഇടുക്കി ആര് ജയിക്കുമെന്നാണ് ചേട്ടൻ്റെ ഒരു കരുതല്? ഇടുക്കിയിലോ? ഇടുക്കി DN. ചേട്ടാ, ഇത്തവണ ഇടുക്കി ആർക്കൊപ്പം ആയിരിക്കും ചേട്ടാ? നമുക്ക് പറയാൻ പറ്റുമല്ലോ. അടുത്ത മത്സരമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ് ശരിയായില്ല, പറയാൻ പറ്റത്തില്ല. ഇപ്പം ആര് ജയിക്കുമെന്നുള്ളത് പ്രവൃത്തി നല്ലതായിട്ട് നിൽക്കുന്നവന്മാർ ജയിക്കും, അല്ലാത്തവന്മാർ താഴെ പോരും. അത്രയേ ഉള്ളൂ. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കണ്ടു പോസ്റ്റർ ഇങ്ങനെ അങ്ങ് വിരിഞ്ഞിരിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം അങ്ങനെ ഉണ്ട്. എന്നാണെന്ന് പറഞ്ഞാൽ ഇടുക്കിയുടെ പൊന്നാമന പുത്രനാണ് ജോയിസ് ജോർജ്. അത് ജയിച്ചിരിക്കണം, ഷുവർ തന്നെയാണ്. ചേച്ചി, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണ്ടേ? പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, ഇത്തവണ ഇടുക്കി ആര് ജയിച്ചു വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അതറിയത്തില്ല. എങ്കിലും ചേച്ചിയുടെ ആഗ്രഹം ആര് ജയിക്കണമെന്നുള്ള? ആര് ജയിച്ചാലും നമുക്ക് രണ്ടും ഒരുപോലെയല്ലേ ഉള്ളൂ. അതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം. തീർച്ചയായിട്ടും. രാവിലെ ലാബിൽ വന്നാണല്ലേ? ലാവി വന്നോ? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നായിരിക്കും. അതെ. ഓക്കെ, ഇത്തവണ വോട്ട് ചെയ്യണമല്ലോ. ഓക്കെ, ഇടുക്കി ഇത്തവണ ആര് ജയിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നത്? എനിക്ക് ആരല്ല, നമുക്ക് പ്രവൃത്തി നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തുന്നവരാരായാലും ആർക്ക് വേണേലും ഞാൻ വോട്ട് ചെയ്യും. അതിന് ഇന്നോരൊന്നൊന്നുമില്ല. ഓക്കെ, ഇത്തവണ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണ്ടേ ഇത്തവണ? വോട്ടായില്ല? നിങ്ങൾക്ക് രണ്ടുപേർക്കും ആയിട്ടില്ല? ഓക്കെ. ഇപ്പോഴത്തെ നിലവിലെ എടുത്തിട്ടില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ വെച്ചിട്ട് ഇടുക്കിയിൽ ആര് ജയിച്ചു വരണമെന്നാണ് ആഗ്രഹം? കാരണം നിങ്ങൾ ഇന്നിരുന്ന് രാവിലെ നടന്നു വരുമ്പോൾ കാണുന്നതാണല്ലോ ഒരു നിരവധി ഫ്ലെക്സുകൾ, ബോർഡുകൾ.
ഇവിടെ ആരാ മത്സരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒരു യുവത്വം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ആര് ജയിച്ചു വരണം എന്നുള്ളതാണ് ആഗ്രഹം? ഡീൻ കുര്യാക്കോസ് ജയിക്കണമെന്നാണ് ആഗ്രഹം. ആഗ്രഹം എനിക്കും അങ്ങനെ അങ്ങനെ തന്നെയാണ്. ഓക്കെ.